വിശ്രമവേളകളിൽ തുണ്ടുപേപ്പറുകളിൽ കവിതകൾ കോറിയിട്ട് ആനന്ദം കണ്ടെത്തുകയാണ് പാടിയോട്ടിച്ചാൽ മച്ചിയിലെ ലക്ഷ്മണൻ എന്ന 56-കാരൻ. വാഹനങ്ങളുടെ മെക്കാനിക്കായ അദ്ദേഹം ഒഴിവു സമയങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത് കവിത എഴുത്തിലൂടെയാണ്. തന്റെ കൈകൾക്ക് സ്പാനറും സ്ക്രൂ ഡ്രൈവറും ചുറ്റികയും മാത്രമല്ല പേനയും വഴങ്ങുമെന്ന് ഇദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10 വർഷ കാലയളവിനുള്ളിൽ നിരവധി കവിതകളാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വിരിഞ്ഞത്. 10-20 വർഷമായി വർക്ക്ഷോപ്പ് പണി, 20 വർഷത്തിന്റെ അധികമായി. അപ്പം അതിനൊരു പണിയെടുത്തോണ്ടിരുന്നതാണ്. അപ്പോൾ കവിതയൊക്കെ എഴുതാറുണ്ട്. പിന്നെ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചാറുണ്ട്. അത് അതൊന്നും പ്രസിദ്ധീകരിക്കാനും കൊടുത്തിട്ടില്ല. അത് എഴുതും, എവിടെയെങ്കിലും വെക്കും. അങ്ങനെയാണ് എൻ്റെ ശീലം. പണിയില്ലാത്ത സമയത്ത് എഴുതുക. നല്ല മുമ്പോട്ടുണ്ടെങ്കിൽ എഴുത്ത് വരും. അത് 1-2 ലൈബ്രറിയൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിട്ടുണ്ട് എൻ്റെ കവിതകൾ. പിന്നെ ഇപ്പോഴും കുറച്ച് എഴുതുന്നുണ്ട്. ഇപ്പം തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ കുറച്ച് സിനിമേൻ്റെ ഇത് ചെയ്യുന്നുണ്ട്, അഭിനയിക്കാറുണ്ട്. ചെറുവഴി നമ്മളൊരു വെബ് സീരിയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു ജീവിതം. പിന്നെ വർക്ക്ഷോപ്പ് വർക്കും കവിതകളും കലാകാരന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അവർക്ക് അതിൻ്റെ സമയമില്ല. ഈ ഓയിലിൻ്റെയും പണിയുടെ ഇടയ്ക്ക് ചെറിയ വീട് കിട്ടുന്ന സമയങ്ങളിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കലാകാരന്മാർ വർക്ക്ഷോപ്പ് മേഖലയിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ഒരു പാട്ട് പാടിയ ഒരു സുഹൃത്തുണ്ട് വെള്ളരിക്കുണ്ടിലെ. പിന്നെ കുറി വരച്ചാലും കുരിശ് വരച്ചാലും പാട്ടൊക്കെ പാടി. അതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട്. നമുക്ക് സമയമില്ല. ജീവിത പ്രാരാബ്ദങ്ങളെല്ലാകുമ്പോൾ പണി എടുക്കണം. അതിൻ്റെ പുറകെ നാടകത്തിലൊക്കെ അഭിനയിക്കാറുണ്ട്. ഇതന്നെ നമ്മൾ പ്രൊഫഷണലായിട്ട് നാടകം ഇതൊക്കെ ആയിരുന്നു. ജീവിക്കണ്ടേ, അതിനുള്ള ബന്ധപ്പാടിലാണ്. കവിതകൾ ഒരുപാട് എഴുതാറുണ്ട്. എഴുതും. നമ്മൾ പ്രസിദ്ധീകരിക്കാനും നമുക്ക് അതിനുള്ള ഒരു ചാൻസ് വരാറില്ല. കാരണം വെച്ചാൽ ഒരു കവിത എഴുതാനും അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതാനും സംഗീതം കൊടുക്കാനും ഇതൊക്കെ നമ്മളതിൻ്റെ പുറകെ പോകണമെങ്കിൽ വലിയ നൂലാമലയാണ്. അതുകൊണ്ട് അത് എഴുതി ബുക്കിൽ തന്നെ വെക്കും. അങ്ങനെയാണ് ജീവിതം. പ്രണയവും താരാട്ടും ഓർമ്മകളും സ്നേഹങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ഓരോ കവിതകളും വിവിധ മാനങ്ങളിലുള്ളതാണ്. പാടിയോട്ടിച്ചാൽ വാവൽമടിയിൽ ഡീസൽ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് നടത്തുന്ന ഇദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. ചില നാടകങ്ങൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവയിലും ചില സിനിമകളിൽ ചെറിയ റോളുകളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. തിരക്കിലും വേവലാതികൾക്കുമിടയിൽ ഈ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുകയും അത് ഭംഗിയാക്കി തീർക്കുകയും ചെയ്യുന്ന ലക്ഷ്മണേട്ടൻ എന്ന നിമിഷകവിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിന്റെ തന്നെ ആവശ്യമാണ്.